എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന സൺറൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ് കേട്ടോ. ഇത് നല്ല വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല മഞ്ഞ നിറാവും ഇലകൾ. അപ്പോൾ നല്ല മഞ്ഞ നിറത്തിലുള്ള ഇലകളുമായിട്ട് ഈ ചെടി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിൽ അധികം സ്ഥലമൊന്നുമില്ല, കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ഈ ചെടി അവിടെ നിന്നിരുന്നു, അത് നന്നായി വലുതായിരുന്നു. പക്ഷേ അപ്പം അതിൻ്റെ മുകളിലുള്ള ചെടികൾക്കൊന്നും വെയിൽ കിട്ടാത്തതുകൊണ്ട് അതിലൊന്നും പൂക്കൾ ഉണ്ടാകുന്നില്ല. അപ്പം ഞാൻ അതിനെ എന്ത് ചെയ്തു, കട വച്ചിട്ട് വെട്ടി. ഇപ്പോൾ ആ കടയുടെ അവിടെ നിന്ന് ഇത്തിരി വലുതായി കുറച്ച് ഇലകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നി, ഇതിനൊരു ബോൺസായി ആക്കി മാറ്റിയാൽ എന്താണെന്ന്. കാരണം കട നല്ല വണ്ണമുണ്ട്, ഇലകൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരികയാണെങ്കിൽ നല്ല ഭംഗിയിലൊരു ബോൺസായി ആക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അതിനെ ഒന്ന് വെട്ടി ഒതുക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വെട്ടിക്കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഓരോ വെട്ടുന്ന കമ്പിൽ നിന്ന് ഒരു 2-3 പൊടിപ്പുകളും കൂടി വരും. അപ്പോൾ നല്ല തിക്കായിട്ട് നമുക്ക് ഇലകൾ ഉണ്ടാവും. അപ്പോൾ ഒരു കുഞ്ഞു ബോൺസായി ആയിട്ട് നമുക്ക് തോന്നും. അതായത് ഒരു കുട മാതിരി ഇലകളും താഴെ നല്ല തിക്കായിട്ടുള്ള ബ്രാഞ്ചും ആകുമ്പോൾ നല്ലൊരു ബോൺസായി ആയിട്ട് മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെട്ടി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ മതിലിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ ഡാൻസിങ് ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓർക്കിഡ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഷോർട്സ് കണ്ടപ്പോൾ അതിലാരോ മെസ്സേജ് അയച്ചു, ഇങ്ങനെയാണ് ചേച്ചി ഈ ചെടികൾ വച്ചേക്കണേന്ന്. അപ്പം ഞാനിത് പ്ലാസ്റ്റിക് കയറുകൊണ്ട് കെട്ടി ചട്ടിയുടെ പിന്നിലേക്ക് കെട്ടി വെച്ചിരിക്കുകയാണ്. കാരണം ഇത് പ്ലാസ്റ്റിക് മതിലായതുകൊണ്ട് തന്നെ ആണിയൊക്കെ അടിക്കാൻ പറ്റില്ല, കാരണം ആണി അടിച്ചാലൊക്കെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ഞാൻ ഇങ്ങനെയാണ് കെട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഓർക്കിഡ് ബൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ വളം ഇടയ്ക്ക് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓർക്കിഡിൽ പൂവ് ഉണ്ടാവുന്നുണ്ട്. ഒരുമിച്ച് എല്ലാം കൂടി വയ്ക്കുമ്പോൾ ഈ മഞ്ഞ പൂവുണ്ടായി നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം ഞാൻ ചാഞ്ഞും ചെരിഞ്ഞൊക്കെ ഭംഗിയായോ എന്ന് നോക്കുന്നുണ്ട്. അതിൻ്റെ കടയിലുള്ള കമ്പുകളൊക്കെ വെട്ടി ഒതുക്കിക്കൊണ്ട് അതിനെ ഇപ്പം ഒരു ബോൺസായ രൂപത്തിലേക്ക് ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇതിൻ്റെ ഇലകളൊന്നും കൂടി പൊടിച്ചു വരുമ്പോഴുള്ള അപ്ഡേറ്റ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം എൻ്റെ ഇതിൽ ഇത് നല്ലൊരു ബോൺസായി ആയിട്ട് മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്ങനെയായി വരുന്നു നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി നോക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ഈ ചെടിയാണ് കേട്ടോ. അപ്പോൾ ഈ ചെടീൻ്റെ ഇലകളും അത് നല്ല ഭംഗിയാണ്. ഇലകളുടെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ ഈ ചെടിയും വാങ്ങിയത്. നല്ല പുതിയതായിട്ട് പൊടിപ്പ് വരുന്ന ഇലകൾ നല്ല റോസ് കളറിലാണ് വരിക. ഞാനൊരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, അത് നല്ല ഭംഗിയാണ് അത് കാണാൻ. പക്ഷേ അത് ഇത്തിരി വയസ്സായി പോകുന്തോറും ആ റോസ് കളർ കുറഞ്ഞു വരും. അപ്പോൾ ആ ഇലകളുടെ ഭംഗി പോവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിനൊന്ന് വെട്ടി ഒതുക്കി നിർത്തി പുതിയ ഇലകൾ വരുമ്പോഴാണ് ഇതിന് ഏറ്റവും ഭംഗി. അപ്പോൾ ഇതിനെ ഞാനൊന്ന് ഹാർഡ് പ്രൂൺ ചെയ്യുന്നുണ്ട്. മുമ്പ് ഞാൻ ഇടയ്ക്ക് ആ തുമ്പുകൾ മാത്രമേ വെട്ടാറുള്ളൂ. ഇപ്പം ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ഒന്ന് ഒരു ഹാർഡ് പ്രൂണിങ് നടത്താമെന്ന്. അതായത് നല്ലോണം ഒന്ന് വെട്ടി കുറച്ച് ഒതുക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനതിനെ നല്ല അത്യാവശ്യം ഒരുവിധമൊക്കെ കമ്പുകളൊക്കെ വെട്ടി കളഞ്ഞുകൊണ്ട് ഞാൻ ഹാർഡ് പ്രൂൺ ചെയ്യാണ്. ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല, ആർക്കെങ്കിലും ഈ ചെടിയുടെ പേര് അറിയുന്ന വെച്ചാൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഈ ചെടിയും കമ്പ് വെച്ച് പിടിപ്പിക്കാൻ ഞാൻ 1-2 എണ്ണമൊക്കെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൺറൈസ് എന്ന് പറഞ്ഞ നേരത്തെ കാണുന്ന ചെടിയും കമ്പ് പിടിപ്പിക്കാം. അതിൽ ധാരാളം വിത്തുകൾ ഉണ്ടാവും, അത് വീണും മുളയ്ക്കും. അപ്പോൾ ഈ ചെടി നന്നായി വെട്ടി ഒതുക്കി നിർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്, ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ് പുതിയതായിട്ട്. പക്ഷെ ഇതിന് നല്ല വെയിലത്ത് നിർത്താൻ പറ്റില്ല, കാരണം നല്ല വെയിലത്ത് നിർത്തി അതിനൊരു ജീവനില്ലാത്ത മാതിരി തോന്നും. ആ വെയിലിനെ അതിന് സഹിക്കാൻ പറ്റാത്ത പോലെയാണ് എനിക്ക് തോന്നാറ്. അപ്പോൾ വെയിൽ വേണേനും, എന്നാൽ നേരിട്ട് വലിയ വെയിലും ഇല്ലാത്തൊരു ഏരിയയിലാണ് ഇത് നല്ലത്. അപ്പോൾ അതിന് നല്ല ഉഷാറായിട്ട് അത് നിൽക്കും. ഞാൻ ഗാർഡനിലൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മണ്ണുകൊണ്ടുള്ള പ്രതിമകളൊക്കെ വെക്കും കേട്ടോ. അപ്പം നല്ല ഭംഗിയാണ് ഗാർഡൻ കാണാൻ. സാധാരണ നമ്മൾ വെറുതെ ഇങ്ങനെ ഇടുന്നതിലും നല്ലത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു സാധനങ്ങളൊക്കെ വെച്ച് ഇത്തിരി വെള്ളാരം കല്ലുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. പല വീഡിയോകളിലായിട്ട് ഞാൻ അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ഞാനും ഇങ്ങനെയൊക്കെ വാങ്ങി വെച്ചത്. അപ്പോൾ ഹാർഡ് പ്രൂണിങ് ഒക്കെ കഴിഞ്ഞു. ഇതിൻ്റെ അപ്ഡേറ്റ്സും ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ കാർ പോർച്ചിൻ്റെ സൈഡിലായിട്ട് ഞാൻ ഈ ചെടി പടർത്തിയിട്ടുണ്ട്. ഇത് പണ്ടത്തെ സിനിമകളിലൊക്കെ കാണാം, കർട്ടൻ പ്ലാന്റ് എന്നാണ് കൂടുതലായിട്ട്. പക്ഷെ ഇപ്പോൾ പുതിയ ബിൽഡിംഗ് പ്രൊജക്റ്റുകളിലൊക്കെ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനത്തെ വീടുകളുടെയൊക്കെ ഗാർഡനും ഇതൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിലും ഇപ്പോൾ ആളുകൾ ഇത് കൂടുതലായിട്ട് വളർത്തുന്നുണ്ട്. ഇതിനൊരു കർട്ടൻ പോലെയൊക്കെ വെട്ടി നിർത്തിയിടാൻ നല്ല ഭംഗിയാണ്, നല്ല പച്ചപ്പാണ്. ഇന്നത്തെ ആളുകൾക്ക് കൂടുതൽ പച്ചപ്പല്ലേ കൂടുതൽ ആവശ്യം, കണ്ണിനൊരു കുളിർമയ്ക്കായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ചെടിയും അതുപോലെ തന്നെ മതിലും ഐവി പ്ലാന്റൊക്കെ പടർത്തി കഴിഞ്ഞാൽ ആ വീട് തന്നെ മൊത്തം ഒരു പച്ചപ്പായിട്ട് മാറും.
ഞാനിതിനെ ഷീറ്റിൻ്റെ ഇടയിൽ കൂടെയുള്ള സ്പേസിലേക്ക് ഇട്ടുകൊണ്ട് ഇങ്ങനെ ഓരോ കഷ്ണം ഓരോ തലപ്പായിട്ട് ഞാൻ പുറത്തേക്ക് ഇട്ട് നോക്കുകയാണ്. അപ്പോൾ അത് പുറത്തേക്ക് തള്ളി നിൽക്കുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്നൊക്കെ ശാഖകൾ വന്ന് ഒരു കർട്ടൻ മാതിരി നീണ്ടു കിടക്കും. അപ്പോൾ അതിനെയൊക്കെ കറക്റ്റായിട്ട് വെട്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാർ പോർച്ചിലേക്കുള്ള വെയിലും കുറയും. നല്ല വെയിലുള്ള സീസണുകളിൽ നമുക്ക് വീടിൻ്റെ ഉൾഭാഗത്ത് നല്ലൊരു തണുപ്പും തോന്നും. അതാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് ഒരു ആശയം എൻ്റെ ഉള്ളിൽ ഉദിച്ചത്. താഴെ ഇന്ന് ഒരു ചാക്ക് ചാണം വാങ്ങിയിട്ടുവന്നതാണ്. ഉണക്കച്ചാണാണ്. 300 രൂപയാണ് ഒരു വലിയ ചാക്കിന്. നിങ്ങളുടെ അവിടെയൊക്കെ ചാണം എത്രയാണ് ഉണക്കച്ചാണം വില? ഇത് കൂടുതലാണോ അതോ കുറവാണോ? അപ്പോൾ ഈ കർട്ടൻ പ്ലാന്റും വലുതായിട്ട് അതിൻ്റെയും അപ്ഡേറ്റ്സ് ഞാൻ അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയ മുസാണ്ടിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ പുതിയ വെറൈറ്റിയാണ്, കിട്ടിയാൽ നിങ്ങളും വാങ്ങി വെക്കൂ കേട്ടോ. ഇന്നലെ ഞായറാഴ്ച റിലയൻസിലേക്ക് പോയപ്പോൾ എനിക്ക് കിട്ടിയ ഓഫറാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. ഇത് കേക്ക് ഉണ്ടാക്കാനുള്ള കപ്പും അതുപോലെ തന്നെ ഒരു നല്ല സ്പാറ്റുലയും മെഷറിങ് കപ്പും കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു മൗൾഡും ഒക്കെയാണ്. ഒക്കത്തിന് നല്ല വിലയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം എനിക്ക് കിട്ടിയത് 90% കുറവിനാണ്. അപ്പോൾ 275 രൂപയുടെ ഈ സ്പാറ്റുലയ്ക്കൊക്കെ എനിക്ക് 90% കഴിച്ചിട്ട് ബാക്കി കാശേ കൊടുക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ അത് എനിക്ക് നല്ലൊരു ലാഭമായിട്ട് തോന്നി. അതുപോലെ തന്നെ അവിടെ സ്റ്റീൽ പാത്രങ്ങളും ഉണ്ട് 90% വിലക്കുറവിന്. ഇരിഞ്ഞാലക്കുടയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോകൾ ക്ഷമാപൂർവ്വം കാണുന്നവരോട് എനിക്കൊരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങളിത് കാണുന്ന കാരണമാണ് എനിക്ക് വീണ്ടും ഇത് ഇടാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു.